എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞുള്ള ദിവസങ്ങളായി നിങ്ങളുടെ ഓരോ ദിവസവും ആരംഭിക്കുമെങ്കിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും പാടിക്കൊണ്ട് ആരംഭിക്കുമെങ്കിൽ ആ ദിവസം പോലൊരു നല്ല ദിവസം മറ്റൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ ദിവസങ്ങളെ വേണമെങ്കിൽ നമുക്ക് അത്ഭുത ദിവസങ്ങളാക്കാം. നമ്മുടെ ദിവസങ്ങളെ വേണമെങ്കിൽ ഒരു ദുഃഖത്തിൻ്റെ ദിവസവുമാക്കാം. ഇതൊക്കെ നമ്മളാ തീരുമാനിക്കുന്നത്. മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലാണ്. നമ്മളാ തീരുമാനിക്കുന്നത് ഓരോ ദിവസവും എന്തായി തീരണമെന്ന്. ഏലിയാവ് പറഞ്ഞില്ലേ, ഇനി ഞാൻ പറയാതെ മഞ്ഞും മഴയില്ല. നമ്മുടെ നാവിലാണ് ഓരോ ദിവസത്തിൻ്റെയും മുന്നേറ്റങ്ങൾ, ജയപരാജയങ്ങൾ ഇപ്പോൾ ദൈവം നമ്മുടെ നാവിൽ തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് സംസാരിക്കുമെങ്കിൽ. അപ്പോൾ നമ്മൾ ആണ് തീരുമാനിക്കേണ്ടത്. അധമം ഇനി ഞാൻ സംസാരിക്കില്ല, ഉത്തമമായത് സംസാരിക്കുമെന്ന്. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് സംസാരിക്കുമെങ്കിൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയായിരിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം അതിനെ ദൈവത്തിൻ്റെ നാവായി അംഗീകരിക്കും. നമ്മളാ തീരുമാനിക്കുന്നത്. മുമ്പിലെല്ലാം നെഗറ്റീവായിരിക്കും, എല്ലാം പരാജയമായിരിക്കും. ഒരിക്കലും ഇല്ലാത്ത രോഗമൊക്കെ വന്നു കയറാം, ഒരിക്കലും ഇല്ലാത്ത വീഴ്ചകളും താഴ്ചകളും ഒക്കെ സംഭവിച്ചെന്നിരിക്കാം. എന്നാൽ നാവിനെ സ്റ്റേബിളായിട്ട് വെക്കണം. ഇല്ല, ഇതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, ഇതെല്ലാം വന്നെങ്കിലും ഞാനിതിനെ സമ്മതിക്കില്ല. എൻ്റെ ദൈവം നല്ല ദൈവമാണ്. എൻ്റെ ദൈവം ഓരോ ദിവസവും നന്മയ്ക്കായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ പുതിയ സൃഷ്ടിയാണ്, ഞാൻ ക്രിസ്തുവിലാണ്. എൻ്റെ പഴയത് കഴിഞ്ഞുപോയി. ഞാനും ദൈവ പൈതലാണ്. എനിക്ക് പരാജയപ്പെടാൻ കഴിയില്ല. പരാജയങ്ങളെ പരാജയപ്പെടുത്തിയ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. എൻ്റെ യേശുവിനെ പരാജയപ്പെടുത്താൻ നോക്കി, എന്നാൽ എല്ലാം അവനിൽ വിജയം മാത്രമായി മാറി. അവൻ മരണത്തെ തോൽപ്പിച്ചു, മരണപാശങ്ങൾ അവനെ ചുറ്റി, പാതാള വേദനകൾ അവനെ പിടിച്ചു. എന്നാൽ ദ്രവത്വം കാണാൻ ദൈവം സമ്മതിച്ചില്ല. അവനെ പരസ്യമായി വലങ്കൈ കൊണ്ട് ഉയർത്തി. ആ ദൈവത്തിൻ്റെ മകനായ മകളായ എനിക്ക് ഇനി പരാജയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ദൈവവചനത്തിൻ്റെ വെളിപ്പാടിൽ വിശ്വസിച്ചുകൊണ്ട് നാം പറയുന്ന വാക്കുകൾ ആധികാരികതയോടെയെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിൽ ബലപ്പെടാം. ഈ ആഴ്ച ഓരോ ദിവസവും അനുഗ്രഹത്തിൻ്റെ ആഴ്ചയാക്കി തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് മാറ്റാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Purify my heart, let me be as gold and precious silver. Purify my heart, let me be as gold. Cleanse me from within, Lord, make me holy. Purify my heart, cleanse me from my sin. Till within, refine
set apart for you, my master, ready to do your will. Ready to do your will. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികൾ ആകുന്നു. യേശു ഇവരോട് പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സാക്ഷികളാകുമെന്ന്. ഇപ്പോൾ അവർ പറയാണ്, ഈ കാര്യത്തിന്, ഏത് യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി വലം കൈ കൊണ്ട് ഉയർത്തിയ കാര്യത്തിൽ ഞങ്ങളിതിന് സാക്ഷികളാണ്. ഞങ്ങൾ മാത്രമല്ല, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവും സാക്ഷികൾ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരു സാക്ഷിയായിട്ടാണ് ഈ ശിഷ്യന്മാർ പറയുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം അവൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകുമെന്ന് താൻ വിശ്വസിച്ചു. അതുപോലെ തന്നെ പൗലോസ് സാക്ഷിയായി. ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന പലരും ഭൂമിയുടെ അറ്റത്തോളം യേശുവിൻ്റെ സാക്ഷികളാകുകയാണ്. എങ്ങനെയാണ്? സാക്ഷി എന്ന് പറയുമ്പോൾ എന്താണ്? സാക്ഷി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി തട്ടി, ആ വണ്ടി തട്ടി വീണയാൾക്ക് വേണ്ടി കോടതിയിൽ ഒരു കേസായി വാദിക്കുമ്പോൾ സാക്ഷികളെ വിസ്തരിക്കും. കണ്ടവരെയാണ് വിസ്തരിക്കുന്നത്. ഒരു കൊല നടന്നാൽ അത് കണ്ടവരെയാണ് സാക്ഷികളാക്കുന്നത്. യേശുവിനെ ക്രൂശിക്കുന്നതും യേശു മരിക്കുന്നതും യേശുവിനെ ഉയർത്തെഴുന്നേൽക്കുന്നതും നമ്മൾ ആരും കണ്ടില്ല. കണ്ടത് കുറച്ചു പേരേ ഉള്ളൂ. പിന്നെ നമ്മളെങ്ങനെ സാക്ഷിയാകും? യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ സാക്ഷികളാകും. അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് ആണ് യേശുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അത്യുന്നതന്റെ ശക്തി വന്നപ്പോൾ മറിയ ഗർഭം ധരിച്ചു, വചനം ജഡമായി തീർന്നു. യേശു ആത്മാവിൽ നിറഞ്ഞ് യോർദാൻ വിട്ട് മടങ്ങി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. യേശു പോയിടത്തെല്ലാം പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമുണ്ടായി. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവെന്ന ജീവജല നദി ഒഴുകും. മാത്രമല്ല, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഈ പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ അർത്ഥം, യേശുവിനെ ഉയർപ്പിച്ച, യേശുവിനെ ജനിപ്പിച്ച, യേശുവിനെ നടത്തിയ ഈ പരിശുദ്ധാത്മാവാണ് ആദിയോടന്തം എല്ലാം കണ്ടത്. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ നമ്മൾ സാക്ഷികളായി. പലരും ചോദിക്കണം, നീ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ ഞങ്ങൾ ഇസ്രായേൽ സന്ദർശിച്ച സമയത്ത് ദാവീദിൻ്റെ ഒരു സ്റ്റാച്ചു ഒരു സ്ഥലത്തുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് മർക്കോസിൻ്റെ മാളികമുറി. മർക്കോസിൻ്റെ മാളികമുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചെറുപ്പക്കാരനായ ഒരു യഹൂദൻ ഒരു സ്ത്രീയുമായിട്ട്, തൻ്റെ ഭാര്യയെ ആകാൻ പോകുന്ന ഒരു സ്ത്രീയുമായിട്ട് നിൽക്കുകയാണ്. എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? ഞാൻ പറഞ്ഞു, ഇവരോട് എന്നാ പറയണേന്നറിയില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ ദാവീദിനെയൊക്കെ ഒന്ന് കാണാൻ, ദാവീദിൻ്റെ ആ ഓർമ്മകളൊക്കെ ഒന്ന് കാണാൻ വന്ന. ദാവീദ് നിങ്ങളുമായിട്ട് എന്നാ ബന്ധം? ഭയങ്കര അഹങ്കാരം. ദാവീദ് നിങ്ങളായിട്ട് എന്താ ബന്ധം? അപ്പം എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ദാവീദിനെ കുറിച്ച് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, വലിയ രാജാവാണ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഇത്രയും മഹാനായ ഒരു രാജാവിനെ ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയുള്ള സ്ഥലമൊക്കെ ഒന്ന് കാണണം. അടുത്തത്, നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ? ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നില്ല. ആര് പറയാണ്? യഹൂദൻ പറയാണ്. ഞങ്ങൾ പറഞ്ഞു, യേശു ദാവീദിന്റെ കുലത്തിൽ വന്നവനാണ്. യേശു ക്രിസ്തുവാണ് ഞങ്ങളെ
രൂപാന്തരപ്പെടുത്തിയത്. യേശുവാണ് ഞങ്ങളുടെ പാപത്തിൽ ഞങ്ങളെ വിടുവിച്ചത്. ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, ഇതൊക്കെ വെറും കഥകളാണ്. അവർക്കിത് യാഥാർത്ഥ്യമായി ബോധ്യപ്പെടാൻ കഴിയാത്തത് അവരിൽ പരിശുദ്ധാത്മാവ് ചലിക്കാത്തത് കൊണ്ടാണ്. പിന്നീട് ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, ഹായ് പറഞ്ഞും ഒക്കെ പോയി. എങ്കിലും ഇവർക്ക് യേശുവിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ കൈക്കൊണ്ടില്ല. കാരണം പരിശുദ്ധാത്മാവ് അവരിൽ പരിവർത്തിച്ചില്ല. എന്നാൽ നോക്കണേ, കൊച്ചു കേരളത്തിൽ കിടക്കുന്ന നമ്മുടെ അടുക്കൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അതുകൊണ്ട് നമുക്ക് സാക്ഷ്യം പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ പത്രോസ് പറയണ ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് സാക്ഷികളാകുന്നു. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് എന്നവിടെ എഴുതിയിരിക്കുന്നു. വിശ്വസിക്കുന്നവരാണ് അനുസരിക്കുന്നത്, അനുസരിക്കുന്നവരാണ് വിശ്വസിക്കുന്നത്. അതിനെ ഒന്നുകൂടി യാക്കോബ് അപ്പോസ്തലൻ എടുത്തു പറയാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വഴിയിൽ ഞാൻ ജീവിക്കും, ദൈവത്തിൻ്റെ വഴികളെ അനുസരിച്ച് നടക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. നീ നിന്റെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ സ്വന്തം ദേശത്തെ വിട്ട് കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോകുക. ഉടനെ അവൻ പുറപ്പെട്ടു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം കേട്ടിട്ട് തലകുലുക്കി ആമേൻ ആമേൻ ആമേൻ, ഗ്ലോറി 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 ഗ്ലോറി, ആമേൻ സ്വോത്രം സ്വോത്രം എന്ന് പറഞ്ഞിട്ട് പഴയ പോലെ ജീവിച്ചെന്നല്ല, എങ്ങോട്ടൊന്നില്ലാതെ പുറപ്പെട്ടു. അനുസരിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മ. പിന്നീട് നമ്മൾ ആ യാത്രയെക്കുറിച്ച് വായിക്കുന്നു. അബ്രഹാം പുറപ്പെട്ടു പോയപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യ ഒരാൾ പിടിച്ചുകൊണ്ടുപോയി. ചെറിയ ആളല്ല, രാജ്യത്തിലെ രാജാവ്, ഭാര്യയായിട്ടെടുക്കുവാൻ. എന്നാൽ ആ രാജാവിൻ്റെ അടുക്കൽ ദൈവം അരുളപ്പാടുമായി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അവൻ്റെ ഭാര്യയെ മര്യാദക്ക് മടക്കി കൊടുത്തു. അവനൊരു പ്രവാചകനാണ്, അവൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിന്റെ കുടുംബം രക്ഷപ്പെടില്ല. അവൻ രാജാവ് പേടിച്ചുപോയി. കണ്ടോ, പുറപ്പെട്ട അബ്രഹാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു, ശക്തിയുള്ളവനായിരുന്നു. അവൻ പ്രാർത്ഥന വീരനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ അബിമേലെക്ക് എന്ന രാജാവിൻ്റെ കുടുംബത്തിൽ സൗഖ്യമുണ്ടായി. ഫറവോൻ എന്ന രാജാവും അബിമേലെക്ക് എന്ന രാജാവും, രണ്ട് രാജാവും അവനെ വളരെയധികം നഷ്ടപരിഹാരങ്ങൾ കൊടുത്തു. കുറച്ചൊന്നുമല്ല, ചത്തുപോകുമെന്ന് പേടിച്ച് അവർ വളരെയധികം സംഭാവനകൾ കൊടുത്തു. പിന്നീട് നമ്മൾ വായിക്കുന്നു, അബ്രഹാം വെള്ളി, പൊന്ന്, ആട്, ഒട്ടകങ്ങൾ, ദാസിദാസന്മാർ എന്നീ വകയിൽ ബഹു സമ്പന്നനായിരുന്നു. രാജ്യങ്ങൾക്ക് അവൻ്റെ സമ്പത്തിനെ വഹിക്കുവാൻ ശേഷിയില്ലായിരുന്നു. അതുകൊണ്ട് കൂടെ വന്ന ലോത്തിനോട് പറഞ്ഞു, നീ വടക്കോട്ടെങ്കിൽ ഞാൻ തെക്കോട്ട് പോയിക്കോളാം. അത്രയും സമ്പന്നനാക്കി ദൈവം മാറ്റി. അതായത് വന്ന തിന്മകളെല്ലാം നന്മയായി മാറി. കാരണം അബ്രഹാം ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ കൂടെ ചലിച്ചു. അവന് വന്ന പ്രതികൂലങ്ങളെല്ലാം അവനെ സമ്പന്നനാക്കാൻ കാരണമായി തീർന്നു. ഇന്നിത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അറിയണം, ദൈവത്തെ അനുസരിച്ച് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും അനുഗ്രഹീതനാണ്. അവൻ്റെ കുടുംബം, അവൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആ വഴിയിൽ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനിൽ ചലിക്കും. പരിശുദ്ധാത്മാവ് എന്തിനാണ്? ദൈവത്തിൻ്റെ വഴിയിൽ സകല സത്യത്തിലും വഴി നടത്തുവാൻ. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് വരും, ഞാൻ ചെയ്തതിനേക്കാൾ അധികം നിങ്ങൾ ചെയ്യും, നിങ്ങൾ ദൈവ വഴിയിൽ വളരെ ദൂരം സഞ്ചരിക്കും. ഞാൻ യഹൂദയിലും യെരുശലേമിലും ഒക്കെ സഞ്ചരിച്ചെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറഞ്ഞ വാക്ക് മാറിയില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തലന്മാർ, മഗ്ദലക്കാരി മറിയ, തോമസ് അപ്പോസ്തലൻ ഒക്കെ അവരെല്ലാം രാജ്യങ്ങൾ യാത്ര ചെയ്തു. വെറും മഗ്ദലക്കാരി മറിയ, 7 ഭൂതങ്ങളുണ്ടായി വിട്ടുപോയ മറിയ, ആ മറിയെക്കുറിച്ച്, മഗ്ദലക്കാരി മറിയെക്കുറിച്ച്
ഇസ്രായേലിലെ ഒരു ഗൈഡ് പറഞ്ഞത്, അവൾ നേരെ ഫ്രാൻസിലേക്ക് പോയി, അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് പോയി, അവിടെ നിന്ന് ഫ്രാൻസിൽ ചെന്ന് രക്തസാക്ഷിയായെന്ന്. എന്തൊരു ധൈര്യമാണ്! ഒരു സ്ത്രീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു അപ്പോസ്തോലിക അഭിഷേകവുമായി രാജ്യങ്ങളെ കുലുക്കുവാൻ വേണ്ടി ഒരു നാട്ടിൽ നിന്ന്, ഒരു ഗലീലയിൽ നിന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടി ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തിൽ ആശ്രയിച്ചു പോയി. രാജ്യങ്ങളെ ഇളക്കി മറിച്ചവരാണ്. തോമസ് അപ്പോസ്തലൻ കൊച്ചു കേരളത്തിൽ വന്നു. ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഉണർവിന്റെ കാരണം മലയാളികളാണ്. മലയാളിയെ, എന്തുകൊണ്ട് നിനക്ക് ഈ ദൈവകൃപയുണ്ടായി? മലയാളി എവിടെ പോയാലും ഉയരങ്ങളിലെത്തുന്നു. കാരണം തോമസ് അപ്പോസ്തലനെ 2 കൈ നീട്ടി സ്വീകരിച്ച വ്യക്തികളാണ് മലയാളി. കൊടുങ്ങല്ലൂര് തോമസ് അപ്പോസ്തലൻ വന്നിറങ്ങിയ സ്ഥലമുണ്ട്. ഞാനൊക്കെ ജനിച്ച് വളർന്ന വടക്കമ്പറൂരുള്ള വീടിൻ്റെ ഏകദേശം ഒരു 5, 6, 8 കിലോമീറ്ററിനകത്തുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ നാട്ടിൽ നിന്ന് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. കാരണം തോമസ് അപ്പോസ്തലൻ വന്ന് കാലുകുത്തി. ദൈവസാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഞങ്ങളുടെ നാട്ടിലുണ്ടായി. അതിൽ നിന്നൊക്കെയാണ് ഞങ്ങളൊക്കെ ഇറങ്ങി വന്നത്. കേരളം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയുണ്ടായി. ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന, ദൈവത്തിന് വേണ്ടി ചുവട് വെക്കുന്നവരുടെ കൂടെ പരിശുദ്ധാത്മാവ് ചലിക്കും. ഇപ്പോൾ അപ്പോസ്തലന്മാർ പറയുകയാണ്, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നുള്ളതിന് ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങളുടെ കൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവും സാക്ഷികളാണ്. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളൊരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ മാത്രമല്ല സാക്ഷ്യം പറയുന്നത്, നിങ്ങളോടുകൂടി ആത്മാവ് താനും സാക്ഷ്യം പറയുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ വാ തുറക്കുമ്പോൾ നിങ്ങളല്ല പറയാനുള്ളത്, ആ നാഴികയിൽ പരിശുദ്ധാത്മാവ് തരും. ഇതൊന്നും വിശ്വസിക്കാൻ കഴിവില്ലെങ്കിൽ സുവിശേഷ വേലക്കിറങ്ങരുത്. പരിശുദ്ധാത്മാവാണ് നമ്മെ ശക്തീകരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയേണ്ടത് അവിടെ തരും, പറയാൻ പാടില്ലാത്തതിനെ തടയും. പലപ്പോഴും ഞാൻ പല കാര്യങ്ങളും പറയാൻ എഴുതി വെക്കും, ഞാൻ മറന്നുപോകും അവിടെ കയറി നിൽക്കുമ്പോൾ. പിന്നെ വരുന്നതൊക്കെ വേറെ കാര്യമാണ്. എത്ര അവിടെ നിന്ന് ഓർക്കാൻ നോക്കിയാലും നടക്കില്ല. എന്നാൽ എഴുതി വെച്ച കുറിപ്പിലോട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ നോക്കാനും പറ്റൂല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എനിക്ക് എപ്പോഴും ഉണ്ടാകും. കാരണം അത് പരിശുദ്ധാത്മാവാണ്. എടാ, നീ എഴുതിയത് പറയണ്ട, നിന്റെ തലച്ചോറിലുള്ളത് പറയണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. യേശുവിനെ സാക്ഷീകരിക്കാനല്ലേ, യേശുവിനെ ഉയർത്താനല്ലേ. ഞാൻ കണ്ടതത്രയും, ഞാൻ കണ്ടിടത്തോളം ജോഷി നിനക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ആദ്യം മുതലുള്ളതറിയാം, അവസാനം വരെയുള്ളതറിയാം. അതുകൊണ്ട് നീ എന്നെ ആശ്രയിക്കും. പരിശുദ്ധ ആത്മാവിൽ ആശ്രയിക്കാമോ? നിന്റെ പ്രസംഗങ്ങൾ ഒരു പ്രവചനമായി മാറും. നീ വാ തുറക്കുമ്പോൾ ദൈവപ്രവൃത്തി ഉണ്ടാകും. കാരണം സംസാരിക്കുന്ന നീയല്ല, നിന്നിലുള്ള പരിശുദ്ധാത്മാവായിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഒപ്പം യേശുവിനെ സാക്ഷീകരിക്കാൻ, യേശുവിനെ ഉയർത്താൻ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്കെങ്ങും പോകേണ്ട ആവശ്യമില്ല. ഏത് രാജ്യത്ത് പോയാലും, ഏത് സ്ഥലത്ത് ചെന്നാലും നിനക്കൊരു ഓപ്പൺ ഡോർ ഉണ്ടാവും. കാരണം നിന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഇത് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ പോയിടത്തെല്ലാം ഈ വലിയ ദൈവകൃപ കൊണ്ട് സന്തോഷിക്കാനിടയാൻ പലപ്പോഴും പേടിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ മീറ്റിങ്ങിൽ, ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ എന്തു പറയും? നോക്കിവെച്ച പ്രസംഗങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. എന്നാൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരിക്കലും പറയാത്ത കാര്യങ്ങളെല്ലാം വായിൽ വരികയാണ്. മനസ്സിലായി, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. നന്ദി പരിശുദ്ധാത്മാവേ. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ അനുഭവം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അബ്രഹാം പോയതുപോലെ, ഇസഹാക്കും യാക്കോബും ജീവിച്ചതുപോലെ, അവരെല്ലാം പ്രവാചകന്മാരായി തീർന്നതുപോലെ, അവരുടെ മേലെല്ലാം വലിയ ബ്ലെസ്സിങ് ഉണ്ടായതുപോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സഞ്ചരിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിതയ്ക്കുവാൻ, 100 മേനി വിളവ് കൊയ്യുവാൻ ഇസഹാക്കിനെ പോലെ, സ്വർഗീയ സ്വപ്നങ്ങൾ കണ്ട് ആട്ടിൻകൂട്ടത്തെ പെരുകുമാറാക്കിയ യാക്കോബിന്റെ ചരിത്രം പോലെ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ആവർത്തനങ്ങൾ, വിടുതലിന്റെ ആവർത്തനങ്ങൾ, ഉയർച്ചയുടെ ആവർത്തനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇത് കേൾക്കുന്നവരുടെ മേലെല്ലാം ദൈവകൃപ ഒഴുകട്ടെ, സൗഖ്യം ഒഴുകട്ടെ, വിടുതലുകൾ വ്യാപരിക്കട്ടെ. ഈ ദിവസം ആത്മനിറവിന്റെ ദിവസമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് അത് ചെയ്യും, ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. നാളെ ഇതേ നേരത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.